ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 12 and 13. 2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ്. ക്രിസ്തുവിൻ്റെ മാറോട് ചാരി നിന്ന യോഹന്നാൻ, കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാൻ, പുതിയ നിയമസഭയ്ക്ക് 5 പുസ്തകങ്ങളെ കാഴ്ചവെച്ചു. 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം, 2 യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങൾ, സ്തോത്രം, 5-ാമത് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഈ വാക്യത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ അല്പസമയം ഈ വചനം എന്താണ് എന്ന് പറയാൻ ഒന്നെടുത്തിട്ട് ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധകളെ കൊണ്ടുവരാം. യേശുക്രിസ്തുവിൻ്റെ മാരോട് ചാരി നിന്ന യോഹന്നാൻ ക്രിസ്തുവിൻ്റെ ഹൃദയ സ്പർശനങ്ങളെ അല്ലെങ്കിൽ ഹൃദയ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്ന യോഹന്നാൻ, സ്തോത്രം, പത്മോസ് എന്ന ദ്വീപിലേക്ക് വലിച്ചെറിയപ്പെട്ടു. സ്തോത്രം. ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയാം. നമ്മുടെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഓർത്തോണം, അതുകൊണ്ട് നിങ്ങൾ ഇല്ലായ്മപ്പെടുവല്ല. എന്തിൻ്റെയൊക്കെയോ തുടക്കങ്ങൾ ദൈവം ആ വിഷയത്തിൽ കുറിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാനെ വലിച്ചെറിയുന്നു. യോഹന്നാനെ പിച്ചിക്കീറുവാൻ, കൊത്തിപ്പറിക്കുവാൻ പറന്നെടുക്കുന്ന കഴുകന്മാരും, കൊത്തിക്കൊല്ലുവാൻ മാളങ്ങളിൽ നിന്ന് ചീറ്റി വരുന്ന പാമ്പുകളും തേളുകളും ഒരുപോലെ ഇറങ്ങി വരുവാണ്. പക്ഷെ യോഹന്നാനോട് അടുക്കാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം പത്മോസിൽ വെച്ച് യോഹന്നാനെ മൂടാനിടയായി. യോഹന്നാൻ പറയുക, നിങ്ങളുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തം ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരിക്കുന്നു. ദൈവവചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഞാൻ പത്മോസ് എന്ന ദ്വീപിലായി. പത്മോസിൻ്റെ ദ്വീപിൽ വെച്ച്, സ്തോത്രം, യോഹന്നാനെ ക്രിസ്തു വെളിപ്പെടുന്ന ഭാഗമാണ് ആദ്യത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടി വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ സ്വരമുള്ളവൻ, മുഖമൊരായിരം സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ യോഹന്നാന് വെളിപ്പെട്ടു. എന്നിട്ട് യോഹന്നാനോട് പറയുക, ഞാൻ പറയുന്നത് എഴുതി വെക്കുക. 7 സഭകൾക്കാണ് ആദ്യത്തെ ദൂതിൻ്റെ കൈമാറ്റം. സ്തോത്രം. 1-ാമത്തെ സഭ എഫെസോസ്, 2-ാമത്തെ സഭ സ്മുർന, 3-ാമത്തെ സഭ പെർഗമോസ്, 4-ാമത്തെ സഭ തുയത്തൈര, 5-ാമത്തെ സഭ സർദീസ്, 6-ാമത്തെ സഭ ഫിലദൽഫിയ, 7-ാമത്തെ സഭ ലവോദിക്കിയ. ഈ 7 സഭകൾക്ക് ദൂത് കൈമാറുമ്പോൾ നമ്മൾ ഇന്ന് വായിക്കുന്നത് 3-ാമത്തെ ദൈവത്തിന് സ്വന്തം പെർഗമോസ് എന്ന സഭയ്ക്ക് യോഹന്നാനിലേക്ക് കൈമാറിയ ദൂതാണ് നമ്മൾ ഇവിടെ വായിച്ച് കേൾക്കുന്നത്. ഈ വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് 3 സന്ദേശങ്ങൾ നിങ്ങളോട് പറയാനാണ് കർത്താവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് ബോധ്യം തന്നിരിക്കുന്നത്. സ്തോത്രം. പെർഗമോസിലെ സഭയിലെ ദൂതൻ എഴുതുമ്പം നമ്മളെല്ലാം പറയുന്നൊരു പദമാണ്, എല്ലാം ദൈവം കാണുന്നുണ്ട്, അല്ലേ? എല്ലാം ദൈവം കാണുന്നുണ്ട്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേ ചോറ, എല്ലാം ദൈവം കാണുന്നുണ്ടെന്ന് പറ, അല്ലേ? എല്ലാം മനുഷ്യനെ വേണേൽ മറയ്ക്കാൻ, ദൈവത്തെ അപ്പം ദൈവമെല്ലാം കാണുന്നു എന്നൊരാശയമാണ് ഇന്നത്തെ വാക്യത്തിനകത്തെ ദൂത്. ദൈവത്തിന് സ്തോത്രം. അവനോട് പെർഗമോസിലെ സഭയോട് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ പാർക്കുന്നിടം സാത്താൻ്റെ സിംഹാസനം ഉള്ള ഇടം എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമെല്ലാം അറിയുന്നുണ്ട്, ദൈവമെല്ലാം കാണുന്നുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം പെർഗമോസിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ പാർക്കുന്ന സ്ഥലത്തിനൊരു പ്രശ്നമുണ്ട്, അത് സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെയും നിങ്ങൾ വിജയിച്ചത് എന്താണെന്നറിയാമോ? ഇന്നും നിങ്ങളവിടെ പാർക്കുന്നതിന് രഹസ്യം അറിയാമോ? നിങ്ങൾ എൻ്റെ നാമം മുറുക്ക പിടിച്ചിരിക്കുക.
2, എങ്കലുള്ള വിശ്വാസം നിങ്ങൾ മുറുക്കി പിടിച്ചിരിക്കുക. സ്തോത്രം. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ ഞാൻ വചനഭാഗങ്ങളിലൂടെ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകാം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവുമാണ്. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാ, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാ. അത് മനുഷ്യർക്ക് ദൈവം വാസയോഗ്യമായി തന്നിരിക്കുന്നു. എന്നാൽ 1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 7-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പം നാം പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നമ്മെ ചൊവ്വയുള്ള വഴിയെ ദൈവം നടത്തും. സ്തോത്രം. നാം എവിടെ പാർക്കണമെന്ന് തീരുമാനിക്കുന്നത് നാമല്ല, ദൈവമാണ്. എത്ര പേര് അതിന് ആമീൻ പറയും?